ബിസിനസ് സ്വപ്നം കണ്ട് നടക്കുന്ന ഒരു യങ്സ്റ്റർ ആണോ, അല്ലെങ്കിൽ ഒരു MBA ഗ്രാജുവേറ്റ് ആണോ, അല്ലെങ്കിൽ വാട്ടെവർ പ്രൊഫഷണൽ ഗ്രാജുവേറ്റ് ആണോ, നമ്മൾ ഈ സ്വപ്നം നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പം നമ്മളെ ചുറ്റിലും ഒരുപാട് ഡീമോട്ടിവേഷണൽ ഫാക്ടർ ഉണ്ടാവും. ചിലപ്പോൾ നമ്മളെ ഫാമിലിയിൽ നിന്നാവാം, ഫ്രണ്ട് സർക്കിളാവാം. റിസ്ക് ആണ് ബിസിനസ്, ഒരുപാട് പെയിൻഫുള്ളാണ് എന്നൊക്കെ നമ്മളോട് പറയും. ഓബ്വിയസ്ലി റിസ്ക് ഉണ്ട്, പെയിൻ ഉണ്ട്, ഒരുപാട്. വി ഷുഡ് നോ ഹൗ ടു എൻജോയ് ദ പെയിൻ. വി ഷുഡ് ബിൽഡ് അവർ സെൽഫ് ടു ഓവർകം ദ പെയിൻ. ഇതിൻ്റെയൊക്കെ എക്സ്ട്രീം എൻഡിലാണ് അതിൻ്റെ സക്സസ്. ബട്ട് നമ്മളൊരു ഇന്ത്യ മഹാരാജ്യത്തിലൊരു ബിസിനസ് തുടങ്ങുക എന്ന് പറയുമ്പം നമ്മൾ ഫസ്റ്റ് ചിന്തിക്കേണ്ടത് 147 കോടി ജനസംഖ്യയുള്ളൊരു രാജ്യം. നമ്മളൊരു പൈസേൻ്റെ ബാക്കിൽ, അതായത് എനിക്ക് ഇത്ര പൈസ ബിസിനസ്സിലേക്ക് കൂടി ഉണ്ടാക്കണം, അല്ലെ എനിക്ക് പൈസ ഉണ്ടാക്കണം, അത് ചിന്തിക്കുന്നതിന് ഉപരി വി ഷുഡ് ട്രൈ ടു ഇൻക്രീസ് അവർ ഡിമാൻഡ്. ജനങ്ങൾക്ക് വേണ്ട ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് നമ്മൾക്ക് ആ സർവീസ് കിട്ടിയാൽ നമ്മൾ യൂസ് ചെയ്യുമോ, അല്ലെങ്കിൽ നമ്മൾക്ക് ആ പ്രൊഡക്റ്റ് കിട്ടിയാൽ നമ്മൾ യൂസ് ചെയ്യുമോ, ആ പ്രൊഡക്റ്റ് നമ്മളെ മനസ്സിൽ എത്രത്തോളം ഡിമാൻഡ് ഉണ്ട്, അല്ലെങ്കിൽ ആ സർവീസിന് നമ്മളെ മനസ്സിൽ എത്രത്തോളം ഡിമാൻഡ് ഉണ്ടെന്ന് ഒന്ന് നമ്മളോട് തന്നെ നമ്മൾ ചോദിക്കണം. നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന പ്രൊഡക്റ്റോ സർവീസിനെ കുറിച്ച് നല്ല ജനങ്ങൾക്ക് വേണ്ട ഒരു പ്രൊഡക്റ്റോ സർവീസോ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. ആ പ്രൊഡക്റ്റും സർവീസിലും നമ്മൾ എക്സ്പേർട്ട് ആവുക, അതിൻ്റെ 360 ഡിഗ്രി നോളേജ് ഉണ്ടാക്കുക. ഓബ്വിയസ്ലി നമ്മുടെ ഡിമാൻഡ് ഇൻക്രീസ് ആവും. ഡിമാൻഡ് എവിടെയാണ് ഇൻക്രീസ് ആവുന്നത്? ഈ ഒരു 147 കോടി ജനസംഖ്യേൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ഡിമാൻഡ് ഇൻക്രീസ് ആവുന്നത്. ദെൻ ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്ത് നോക്ക്, നിങ്ങൾ കൊണ്ടുവരുന്ന പ്രൊഡക്റ്റോ സർവീസോ ഈ 147 കോടി ജനങ്ങളിൽ 1% ആൾക്കാർ ഈ ഡിമാൻഡ് ആയാൽ എന്ത് സംഭവിക്കും? ഒരു 147 കോടിൻ്റെ 1% എന്ന് പറഞ്ഞാൽ 1,47,00,000 ജനങ്ങളാണ്. അതിൽ നിന്ന് ₹1 വെച്ച് ഒരാളെടുക്കുന്ന കിട്ടിയാൽ നിങ്ങളുടെ ഗ്രോത്ത് എന്തായിരിക്കും? സോ ഡോണ്ട് ബി നെഗറ്റീവ്. ചുറ്റിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, ഒരുപാട് സിറ്റുവേഷൻ ഉണ്ടാവും നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്ത് ഓവർകം ചെയ്യാൻ. ഇറ്റ്സ് ഓൾ പാർട്ട് ഓഫ് ദ ജോബ്. ഇറ്റ്സ് നോട്ട് ഈസി ആണെങ്കിൽ എല്ലാവർക്കും ആയിക്കൂടെ? സോ ഓൾവേസ് ഫോർകാസ്റ്റ് യുവർ ഫ്യൂച്ചർ. എവിടെയാണോ എത്തേണ്ടത് അത് ചിലപ്പം 6 ഇയേഴ്സ് കഴിഞ്ഞിട്ടായിരിക്കും, 7 ഇയേഴ്സ് കഴിഞ്ഞിട്ടായിരിക്കും. ബട്ട് ഓൾവേസ് തിങ്ക് പെയിൻ ഈസ് ദി പാർട്ട് ഓഫ് ബിസിനസ്. താങ്ക് യു.